സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നല്ല മരണത്തിന്റെ അടയാളമെന്ന് പറഞ്ഞു തരുവോ നബിയേ? നല്ല മരണത്തിന്റെ അടയാളം എന്തെന്നറിയുമോ? ഇനി മുതൽ മയ്യത്ത് കാണുന്ന സമയത്ത് നോക്കണം ചെറുപ്പക്കാരോ. എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട പെട്ടെന്ന് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ കാണുന്ന ചില അടയാളങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുകയാണ്, ആ മനുഷ്യന്റെ നെറ്റിത്തടമെന്ന് വിയർക്കുകയാണ്, മൂക്കിന്റെ ദ്വാരമെന്ന് വികസിക്കുകയാണ്. മുഖത്ത് വല്ലാത്ത പ്രകാശവാ, മുഖത്ത് വല്ലാത്ത പ്രകാശവാ, ചുണ്ടിൽ പുഞ്ചിരിയാ. ഇതുപോലെ എത്രയോ ജനാസ കണ്ടിട്ടുണ്ട്. ചിലരുടെ മുഖത്ത് നോക്കിയാ കണ്ണെടുക്കാ തോന്നുന്നില്ലോ. പിന്നെയും പിന്നെയും ഇങ്ങനെ നോക്കുകയാണ്. കിടന്നുറങ്ങുന്ന മനുഷ്യനെ പോലെ, കിടന്നുറങ്ങുന്ന മനുഷ്യനെ പോലെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, അല്ലാഹ്, അവരുടെ മുഖത്ത് വല്ലാത്ത പ്രകാശവാ. കാരണമെന്തെന്നറിയുവോ? കാരണമെന്തെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് മലക്കുകൾ കടന്നു വരുന്നത്? അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവരുടെ റൂഹ് പിടിക്കുന്നതിന് മലക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? പടച്ചവരെ, വീടിന്റെ മുന്നിൽ വന്നിട്ട് പറയും, അസ്സലാമു അലൈക യാ വലിയല്ലാഹ്. വീടിന്റെ മുന്നിൽ വന്ന് സലാം പറയുകയാ. നിന്റെ കണ്ണിന്റെ മുന്നിൽ കടന്നു വന്നിട്ട് വെള്ള വസ്ത്രം ധരിച്ച് സുഗന്ധമടിക്കുന്ന രീതിയിൽ പുഞ്ചിരിക്കുന്ന മുഖത്തോട് അതാ മലക്കുൽ മൗത്ത് അനുയായികളും കടന്നു വന്നിട്ട് അവിടെ നിന്ന് നിന്റെ മുന്നിൽ സലാം പറയുകയാണ്. അല്ലാഹുവിന്റെ കരുണ ലഭിച്ചവന്, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലാഹു നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. പടച്ചവനെ മലക്കുകൾ വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാ, ആ മനുഷ്യന്റെ റൂഹങ്ങ് പിടിക്കാൻ തുടങ്ങുകയാണ്. ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. വേദന സഹിക്കാൻ കഴിയാതെ കടന്നു പിടയുമ്പോ ചുറ്റുഭാഗം മുഴുവനും മലക്കുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അവര് സ്വാഗതം പറയുകയാണ്, അവര് സ്വാഗതം പറയുകയാ. أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. മരണസമയത്ത് ചുറ്റുഭാഗത്ത് മലക്കുകൾ നിന്നിട്ട് അവിടെ നിന്ന് സ്വാഗതം പറയുകയാ. എന്തിനാ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിളിച്ചു പോകുന്നത്? നോക്ക്, കണ്ടോ മലക്കുകളെ നിരന്ന് നിൽക്കുന്നത് കണ്ടോ? നിങ്ങളെ കൊണ്ടുപോകാനാ, നിങ്ങളുടെ റൂഹിനെ സ്വീകരിക്കാനാ. അതുകൊണ്ട് കരയല്ലേ. മലക്കുകളെ സ്വാഗതം പറഞ്ഞു കൊടുക്കുകയാണ്. പടച്ചവനെ, അവസാനം ആ മനുഷ്യന്റെ അവയവങ്ങളുണ്ടല്ലോ, ഒരു കാല് മറ്റൊരു കാലിനോട് സലാം പറയുകയാ. ഇനി ഖിയാമത്ത് നാളിൽ കാണാ പടച്ചവനെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ പരസ്പരം സലാം പറയുകയാ. അവിടെ നിന്ന് റൂഹ് പിടിച്ച് പടച്ചവരെ തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ മലക്കുകളെ നരകം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. പടച്ചുറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ. എന്നിട്ട് ആ മനുഷ്യരോട് പറയുന്ന, മനുഷ്യ, ഈ നരകത്തിൽ നിന്നാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്, ഈ നരകത്തിൽ നിന്നാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. നിങ്ങളുടെ വാസസ്ഥലം കാണണ്ടേ? വാബുശിറൂ ബിൽ ജന്ന. മരണസമയത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗമെന്ന് കാണിച്ചു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മരണം അല്ലാഹു കൊടുത്തു വിടുന്ന സമ്മാനവാ.